ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഫ്ര ആഷിഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗാർഡൻ ക്രാഫ്റ്റാണ്. ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മേക്ക് ഓവർ. ഒന്നാമത്തേത് ഈ ഒരു പോട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ നമ്മുടെ ടെറസിൻ്റെ മേലെയോ പഴയ സ്റ്റോർ റൂമിലോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സംഭവങ്ങൾ, നമുക്കൊരു ചിലവും ഇല്ല. അതെടുക്കുക, അതിനൊന്ന് മോഡിഫൈ ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അത് വെച്ചിട്ട് നല്ലൊരു ഗാർഡൻ പ്ലാന്റേഴ്സ് ആക്കാം. കണ്ടില്ലേ, ഇതുപോലത്തെ സ്റ്റാൻഡ് ഉപയോഗിക്കാണ്ടിരുന്നിരുന്ന ഒരു നൈഫ് സ്റ്റാൻഡാണ്, വെറുതെ മുകളിൽ കിടക്കുകയായിരുന്നു. പിന്നെ ഇത് ഫ്ലാസ്ക്, യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ഫ്ലാസ്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിന് വേണ്ട പോട്ടിങ്സ് എന്താണെന്ന് വെച്ചാൽ കൊക്കോപീറ്റ്, ചകിരിച്ചോറ്, മണൽ, പിന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും വളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നൈഫ് സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നൈഫ് സ്റ്റാൻഡിൽ മുമ്പ് ഞാൻ നമ്മളെ ഇതില്ലേ 10 മണി വെച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ മാറ്റി. ആദ്യം ഞാൻ ഈ ഒരു മോഡലിലാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അതിനെ ഞാൻ മാറ്റി. പിന്നെ അതിൽ വെറുതെ മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ചെറിയ ഷാമ്പൂവിൻ്റെ കണ്ടെയ്നർ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം വെക്കേ, അതല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഒരു ചെറിയ പാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നമ്മൾ ഫുള്ള് കൊള്ളൂല അതിൽ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാതെ ഈ കാണുന്ന പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിൽ അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സ് അതിൽ നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ആ ഒരു കള്ളികളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെടികൾ നിറച്ച് കൊടുക്കാം. ഞാൻ വാണ്ടറിങ് ജൂവിൻ്റെ തണ്ടുകൾ മുറിച്ചിട്ടാണ് അതിൽ വെച്ചത്. ഇതാണ് വാണ്ടറിങ് ജൂ പ്ലാന്റ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറായില്ലേ? ഇത് ഞാൻ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഒരു ഇൻഡോർ പോലെ വെക്കാം നമുക്ക്. നമ്മളിനി അടുത്തായി മോഡിഫൈ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു പോട്ടി. അപ്പം ഇത് അയാൻ്റെതായിരുന്നു. അയാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഐശയാണ് പിന്നെയും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ചെറിയതാണ്, കുറച്ച് നാൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹോളിൻ്റെ അവിടെ ചകിരി വെച്ചിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഇതായി പോവാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മളുടെ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഹോൾ ഇട്ടിട്ടാ, ഒരു കമ്പി ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പൂക്കളുള്ള ചെടികൾ വെക്കുന്നതായിരിക്കും ഭംഗി. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം പെയിൻറ്റ് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കളർ, കാരണം ഇത് നരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഹോൾസ് ഇട്ടിട്ട് ചെടി വെക്കുക. അപ്പോൾ ഈ ചെടി തണ്ട് മുറിച്ച് വെച്ച് കൊടുക്കുന്ന ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ടാൽ ഏകദേശം മനസ്സിലാവില്ലേ. ഒരുവിധം എല്ലാവരും വീട്ടിലുണ്ടാവും, നല്ല പൂക്കൾ, വെറൈറ്റി പൂക്കൾ ഉണ്ടാവുന്നതാണ്. ഇപ്പം ഇതിൽ പൂക്കളില്ല. ഇതിൻ്റെ പേരെന്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയണവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി തരാം. അതല്ല എന്നുണ്ടെങ്കിൽ വല്ല മണി പ്ലാന്റോ നല്ല ബുഷിയായിട്ട് നിൽക്കണ എന്തെങ്കിലും, ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പോട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം മുകളിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ആദ്യത്തെ പേരക്കുട്ടിയിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷേ നന്നായി പൊടി പിടിച്ച് കിടന്നായിരുന്നു. ഞാനിത് എടുത്തു കൊണ്ടുവന്ന് നല്ല ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നല്ല ഷൈനിങ്, നല്ല ഇതിലുണ്ട്. പിന്നെന്താണ്, ഇങ്ങനെ ഒരു ആനിമലിൻ്റെ ഒരു രൂപമൊക്കെ ഉള്ള കാരണം കുറച്ചും കൂടി ഒരു നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കണ്ടെയ്നർ അത് ഞാൻ എടുക്കണില്ല, അതില്ലാണ്ടാണ് ഞാൻ ചെയ്യണത്. അത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അതിന് ഹോൾ ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ അതില്ലാണ്ട് ഞാൻ വെക്കാൻ പോവാണ്. ഞാനപ്പോൾ ഈ ഒരു ഏരിയയിൽ, ഇതിപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്തെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പൈഡർ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഒരു കറ്റാർവാഴയുടെ ചട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പ് പോണ കാരണം നമുക്കങ്ങനെ കുഴിച്ച് വെക്കാനും പറ്റൂല, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവെക്കാന്നുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു പോട്ടി വെറുതെ കൊണ്ടുവച്ചിട്ട് നേരത്തെ പോട്ടിങ് മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ടായിൽ. പിന്നെ ആ ബാക്കിലെ കണ്ടെയ്നറിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാനൊരു പോളിത്തീൻ കവർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് മണ്ണിട്ട് കൊടുത്തത് കേട്ടോ. അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ വെച്ച ചെടി ഈ കാണുന്നതാണ്. ഇതിൻ്റെ പേര് ബ്ലാക്ക് ഫ്ലെമിംഗോ എന്ന് പേരുണ്ട്. പിന്നെ സൺസെറ്റ് ബെൽസ്, അതുപോലെ കോപ്പർ ലീഫ് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചതിന് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഞാനിങ്ങനെ പഴയൊരു സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ച് ചെടി
ആ നിൽക്കണ ഒരു പ്ലാന്റ് നമ്മളെ പറമ്പിലൊക്കെ കാണുന്ന പ്ലാന്റാണ് കേട്ടോ. അതിന് ഞാനൊന്ന് എടുത്ത് ചട്ടിയിലാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൂം തുറന്നിട്ട് കഴിഞ്ഞാൽ ഐഷാക്കൊക്കെ ഇങ്ങനെ നോക്കി കാണാൻ ഇഷ്ടമാണ്. അവൾ കുക്കു എന്ന് പറയും ആ ഒരു സംഭവത്തിന്, ആ പൊട്ടി കുക്കു എന്നൊക്കെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു DIY. ഇനി അടുത്ത പരിപാടി ഫ്ലാസ്ക് റെഡിയാക്കലാണ്. അതിന് ഞാനൊരു കയറെടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ ഗൺ വേണം. അപ്പോൾ ആദ്യം അതിൻ്റെ ആ പിടിയിൽ അവിടെ നമുക്കൊന്ന് ഗ്ലൂ ഗൺ ഒട്ടിച്ചിട്ട് ഈ ഒരു കയറ് ചുറ്റി കൊടുക്കാം. നന്നായിട്ട് ചുറ്റും ടൈറ്റിൽ ചുറ്റി കൊടുക്കുക. നമ്മളെ ഐഡിയ മാറിയിട്ടാണ്. ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഇത് വെറുതെ വെക്കുകയാണ് ചെയ്തത്. വെറുതെ ഇതിലൊരു മണി പ്ലാന്റ് വെച്ച് നോക്കി. അപ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു കയറുകൊണ്ടോ എന്തെങ്കിലും ചെയ്ത് പെയിൻ്റ് അടിക്കാനൊക്കെ മടിയായി. അപ്പോൾ ഇങ്ങനെ കയറ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് പഴയൊരു ഫ്ലാസ്ക്കാണ്. അതിൻ്റെ പ്രവർത്തനമൊക്കെ നിലച്ചപ്പോൾ വെറുതെ മുകളിൽ കൊണ്ടിട്ടേക്കായിരുന്നു. അപ്പോൾ അതിനടുത്തൊരു പ്ലാന്ററാക്കി കിച്ചണിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെക്കാമല്ലോ. മണ്ണിടണമെന്നില്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റും. മണി പ്ലാന്റ് തന്നെയല്ല, വാട്ടർ പ്ലാന്റ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. പെയിൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അഫീസ് നോട്ട്ബുക്ക് നാട്ടിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിത് മുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മണി പ്ലാന്റ് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മണി പ്ലാന്റിൻ്റെ പേര് ഇതാണോ ഗോൾഡൻ പോത്തോസ് അല്ലെങ്കിൽ മാർബിൾ അല്ലാന്നുണ്ടല്ലേ? കറക്റ്റ് നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഐഷാടെ ഉടുപ്പുമെന്ന് അവൾ പൊട്ടിച്ചെടുത്തിരുന്ന ഈ ഒരു സംഭവം ഞാൻ ഇതുമ്മൽ വെറുതെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഐഡിയ മാതിരി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചിലവില്ലാത്ത ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനൊന്നും പിശുക്ക് വേണ്ട. അതേപോലെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ സംഭവങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.